വ്യത്യസ്തമായ ഒരു സംരംഭക കുടുംബത്തെയാണ് മണികിലുക്കത്തിൽ ഇനി പരിചയപ്പെടുത്തുന്നത്. രാജ്യാന്തര ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന ഉൽപ്പന്നം വിപണിയിലിറക്കിയാണ് ആലുവ സ്വദേശിയായ അലക്സാണ്ടർ മാത്യു ശ്രദ്ധേയനാകുന്നത്. പുൽത്തകിടി വൃത്തിയാക്കുന്നതിനുള്ള ലോണ എന്ന മെഷീൻ വിപണിയിലെത്തിക്കാൻ അദ്ദേഹത്തിന് തുണയായുള്ളത് ഭാര്യ എൽസമ്മയും. കേരളത്തിൽ സംരംഭകന് എങ്ങനെ വളരാം എന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട ഉദാഹരണമാണ് അലക്സാണ്ടർ മാത്യുവും ഭാര്യ എൽസമ്മ അലക്സാണ്ടറും. എപ്പോഴും പുതുമയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണമെന്ന താല്പര്യമാണ് അലക്സാണ്ടർ മാത്യുവിനെ ഒരു സംരംഭകനാക്കി തീർത്തത്. 18 വർഷം നൈജീരിയയിൽ ഊർജ്ജതന്ത്ര അധ്യാപകനായി ജോലി നോക്കിയ അലക്സ് നാട്ടിൽ തിരികെ എത്തിയ ശേഷമാണ് തന്റെ ഉദ്യമം ആരംഭിക്കുന്നത്. കൂട്ടായി ഭാര്യ എൽസമ്മയും. വീട്ടിൽ ഏറെ ലാളിച്ച് തയ്യാറാക്കിയെടുത്ത പുൽത്തകിടി വെട്ടിവെടിപ്പാക്കാൻ ജോലിക്കാരെ തപ്പിയിറങ്ങിയതാണ് വഴിത്തിരിവായത്. ഞാൻ ആദ്യം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പുല്ലുവെട്ടുന്ന മെഷീൻ ഉണ്ടാക്കി. അത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് പഠിക്ക് ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ പല മോഡലുണ്ടാക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങൾ ആദ്യം പുല്ല് വെട്ടിച്ചപ്പോഴത്തേക്കും 2-3 പെണ്ണുങ്ങളെ ഇരുത്തിയാണ് വെട്ടിയത്. എത്ര ദിവസം ഇട്ടിട്ടും തീരുന്നില്ല. അപ്പോൾ അലക്സ് വിചാരിച്ചു നമുക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പം ഫ്രണ്ട്സ് ചോദിച്ചു ഞാൻ കൂടെ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ലോണ ലോൺ മൂവേഴ്സ് എന്ന പേരിൽ അലക്സാണ്ടർ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത് 8 മോഡൽ യന്ത്രങ്ങളാണ്. സ്ത്രീകൾക്കും ആയാസരഹിതമായി ഇത് പ്രവർത്തിപ്പിക്കാം എന്നിടത്താണ് അലക്സാണ്ടറിന്റെ ദീർഘവീക്ഷണം വ്യക്തമാവുന്നത്. വീടിന് പുറത്ത് ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടായാൽ മാത്രം മതി. വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ലോൺ മൂവേഴ്സിന് പോലും ജോലികൾ ലോണ ചെയ്യുന്നു. അതായത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് റിപ്പയറബിൾ ആണ്. പാർട്സ് എപ്പോഴും അവൈലബിൾ ആണ്. അതെ, ഫോറിൻ മെഷീൻസ് എക്സ്പെൻസീവ് ആണെങ്കിലും അത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പാർട്സ് കിട്ടാതെ വരും. എൻ്റെ മെഷീൻസ് ഇന്ത്യയുടെ ഏത് ഭാഗത്തും റിപ്പയർ ചെയ്യാൻ പറ്റും. അതൊരു വലിയ അഡ്വാൻറ്റേജാണ്. പിന്നെ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിരപ്പായിട്ടുള്ള സ്ഥലത്തിനോട്ട് പറ്റിയ രീതിയിൽ രൂപകൽപ്പന ചെയ്ത മെഷീൻസ് ഉണ്ട്. കുന്നും ചെറുതും വെട്ടാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട്. പിന്നെ എഡ്ജെല്ലാം വെട്ടാൻ പറ്റുന്ന അങ്ങനെ പല ടൈപ്പ് മെഷീൻസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെ നേരമ്പോക്കാണ് ഇതെന്ന് കരുതുന്നവർക്ക് തെറ്റി. വീടിനോട് ചേർന്ന് തയ്യാറാക്കിയ ഫാക്ടറിയിൽ നിന്ന് 40ഓളം യന്ത്രങ്ങളാണ് ഒരു മാസം നിർമ്മിച്ച് പുറത്തിറക്കുന്നത്. 9 പേർക്ക് ഇവിടെ ജോലിയും നൽകുന്നു. പുരുഷന്മാർക്ക് മാത്രം കഴിയുന്നെന്ന് കരുതിയ ലേറ്റ് ജോലികൾ ചെയ്യാൻ ഇവിടുത്തെ സ്ത്രീകളെ പ്രാപ്തരാക്കിയതും അലക്സാണ്ടറും എൽസമ്മയുമാണ്. അധികവും പറഞ്ഞുകേട്ട പ്രശസ്തിയിലൂടെയുള്ള കച്ചവടമാണെങ്കിലും സ്വന്തം നിലയിൽ വിതരണത്തിനുള്ള ഏർപ്പാടുകളും ഈ ദമ്പതികൾ ചെയ്തിട്ടുണ്ട്. ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായി കൂടെയുള്ള എൽസമ്മയ്ക്കുമുണ്ട് സംരംഭം വിജയിപ്പിക്കുന്നതിൽ ഒരു പങ്ക്. ഇപ്പോൾ എൻക്വയറി ഒക്കെ വരുവാണെങ്കിൽ അത് ആൻസർ ചെയ്യുക, പിന്നെ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്യുക. പിന്നെ അലക്സ് ഇല്ലാത്തപ്പോഴത്തേക്കും വർക്കേഴ്സിന് എല്ലാ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധനങ്ങളുടെ ഇത്, പിന്നെ സാധനങ്ങൾ തീരുന്നതനുസരിച്ച് നമ്മൾ കടയിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ അവർ കൊണ്ടുതരും. അങ്ങനെ ഓർഡർ ചെയ്ത് നമുക്ക് എൻ്റെ ഒരു പ്രത്യേക ഇമാജിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല സാധനങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. എനിക്ക് തന്നെ പല സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒത്തിരി സാധനങ്ങൾ നമുക്ക് മറ്റേ തനിച്ചുള്ള ഒരു പരിപാടി ബുദ്ധിമുട്ടാണ്. പല സാധനങ്ങളും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഇതുപോലെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ ഹാർഡ് വർക്കിംഗ് കൂടെ ആയിരിക്കണം. കുറച്ച് ടെക്നിക്കൽ സ്കില്ലും കുറച്ച് ഇമാജിനേഷനും ഉണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ എല്ലാവർക്കും ഒരു ഭയമാണ് ഇതിലോട്ട് കയറാനായിട്ട്. പൈസ മുടക്കി കഴിഞ്ഞാൽ അത് പൊളിഞ്ഞു പോവുക.
എൽസമ്മയ്ക്ക് പരിഹാരമെന്ന നിലയിലാണ് അലക്സാണ്ടർ ഇത് പറയുന്നത്. പുതുമ തേടാനുള്ള മനസ്സും കഠിനാധ്വാനത്തിനുള്ള സന്നദ്ധതയും ഉണ്ടെങ്കിൽ രാജ്യാന്തര ബ്രാൻഡുകൾ ഒരു വെല്ലുവിളിയേ അല്ലെന്ന് അലക്സും എൽസമ്മയും പറയുന്നു. ഇടവേളയ്ക്ക് ശേഷം ടാക്സ് ഗുരു.